അതായത് ബാംഗ്ലൂർ സിറ്റിക്കകത്ത് അവിടെ അർബൻ കമ്പനി നിങ്ങൾക്കറിയാം, ഇതുപോലെ ആപ്പ് ബേസ്ഡ് ആണ്. അതിനകത്ത് ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുന്നു. ഡിഫൻസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള 2 ഓഫീഷ്യൽസാണ്. അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പയ്യൻ അവിടെ വന്ന് അതിന് ഇത്ര രൂപ നേരത്തെ പണം കൊടുത്തു, അതിനുശേഷം ഏതാണ്ടൊക്കെ റിപ്പയർ ചെയ്ത് മാറ്റിയിടണമെന്ന് പറഞ്ഞു. ആ പണം കൊടുക്കാൻ തയ്യാറ് ഈ പയ്യനുമായിട്ട് ഉടക്കായി. അതിനുശേഷം ഈ പയ്യൻ്റെ പേരെങ്ങാണ്ട് മുസ്ലിം പേരാണ്, ഫിറോസോ ഫൈസൽ എന്നെങ്ങാണ്ട. എന്നിട്ട് ആ 2 പേരും ഇവൻ ജിഹാദിയാണ്, മുസ്ലിമാണ്, അതാണ് ഇതാണ് എന്നും പറഞ്ഞ് ഇവൻ്റെ മേളിലൊക്കെ കയറി. എന്നിട്ട് എന്തോ ഉണ്ടായി, ഇവൻ അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ അങ്ങ് കൂടി. എന്നിട്ട് അവർക്ക് താക്കീത് കൊടുത്തു. എന്നിട്ട് ഈ കപ്പിൾസ്, പ്രായമായ 2 കപ്പിൾസും മാപ്പ് പറയേണ്ടി വന്നു. ഇതേപോലെ സെൻകുമാർ എന്ന് പറഞ്ഞ പരമചറ്റയെ കൊണ്ട് പബ്ലിക്കിനോട് മാപ്പ് പറയിപ്പിക്കണം. അത് കേരളത്തിലെ ഓരോ ആൾക്കാരും ഏറ്റെടുക്കണം. കാരണം വർഗീയതയിൽ കൂടെ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു റിസർച്ച് നടത്തുന്ന ഒരു പരമനാറിയാണ് സെൻകുമാർ. ഒരു പോലീസ് യൂണിഫോം ഇട്ട ഒരാൾ റിട്ടയർ ചെയ്ത ശേഷം പോലീസിനെതിരെ കലാപം നടത്തുന്ന രീതിയിലുള്ള ആഹ്വാനവുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു കാരണവശാലും അക്സെപ്റ്റബിൾ അല്ല. ഇയാളുടെ ബന്ധുക്കളാണെങ്കിൽ ഇയാളോട് പറഞ്ഞു കൊടുക്കണം, ഇയാൾ ലക്ഷ്മൺ രേഖയാണ് ക്രോസ് ചെയ്യുന്നത്. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു റിപ്പബ്ലിക്കും ബനാന റിപ്പബ്ലിക്കും, ഒരു ഹിന്ദു റിപ്പബ്ലിക് ആണെങ്കിൽ തന്നെയും ഇത് അക്സെപ്റ്റബിൾ അല്ല. ഇതൊരു ജനാധിപത്യ രാജ്യം തന്നെയാണ്.